എല്ലാ സഹോദരിമാർക്കും നമസ്കാരം. ഇതെൻ്റെ ബുള്ളറ്റ് മുളക് ചെയ്തേക്കണം കേട്ടോ. ബുള്ളറ്റ് മുളകുണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഇതിനൊക്കെ തരം വീതിയെല്ലാം നാരില്ലാപ്പയറുണ്ട്, ബീൻസ് പോലെ അരിഞ്ഞ് തോരൻ വയ്ക്കണം, അത് ചെയ്തിട്ടുണ്ട്. എല്ലാം ചാക്കുകൊണ്ട് മലിച്ച് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇപ്പുറം വെണ്ടയുണ്ട്, ഈ ചട്ടിക്കകത്തുമുണ്ട് ബുള്ളറ്റ് മുളക് കേട്ടോ. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ ടിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത് കേട്ടോ, എൻ്റെ ബുള്ളറ്റ് മുളകിൻ്റെ തോട്ടം കേട്ടോ. ചട്ടിക്കകത്തൊക്കെ നിൽക്കുന്ന ബുള്ളറ്റ് മുളകാണ്. ഇതിനകത്ത് തനിയെ മുളച്ച് വന്ന തക്കാളി കേട്ടോ. മുളകുണ്ട്, ഇതൊക്കെ മുട്ടിട്ട് വന്നേക്കുന്ന ഭാഗം. അതെ, ഇതെല്ലാം ബുള്ളറ്റ് മുളകാണ് കേട്ടോ. ബുള്ളറ്റ് മുളക് ഞാൻ ചാക്ക് കൊണ്ട് മൾച്ചിങ് ചെയ്ത, കഴിഞ്ഞ വർഷം മൾച്ചിങ് ചെയ്തതായിരുന്നു. അതേ വർഷം ഒന്നുകൂടെ പൊളിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഒരുതരം നാരില ചുവന്ന പയർ, വീതിയല്ല ചുവന്ന പയർ നട്ടിട്ടുണ്ട്. ഇങ്ങനെ വേലിപ്പന്തൽ ആക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ സ്ട്രോബെറികളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ചീരയും വെച്ചിട്ടുണ്ട്, ചീരയും പയറും കൂടെ വെച്ചാണ്. സക്സസ് ആകുമെന്ന് അറിയില്ല, മഴ ആയതുകൊണ്ട് പുള്ളിക്കുത്ത് വന്ന് കുറേ പറിച്ച് കളയേണ്ടി വന്നു. ഇതെല്ലാം പുള്ളിക്കുത്ത് വന്ന് മുറിച്ച് കളയേണ്ടി വന്നതാണ് കേട്ടോ. ഇത് സ്ട്രോബെറിയാണ്. ഇതെല്ലാം സ്ട്രോബെറി പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്തിട്ട് ചെയ്തേക്കണം. പാത്രത്തിൽ കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ വാഷിംഗ് പൗഡറിൻ്റെ പാത്രമാണ് കേട്ടോ. ഇതൊക്കെ മുകൾഭാഗം കട്ട് ചെയ്തിട്ട് ചെയ്തേക്കണം. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ തേയില, ഇതാണ് എൻ്റെ തേയില. ചോട്ടിക്കരയൊക്കെ പ്ലാസ്റ്റിക് ചാക്ക് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ പുല്ലേ ഇതിൻ്റെയൊക്കെ ചോട്ടിൽ ഇടാനുള്ളതാണ്. ഈ കൂമ്പാണ് കേട്ടോ നമ്മൾ ഒടിച്ചെടുത്ത് ഉണങ്ങിയെടുക്കുന്നത്. പൊടിക്കുന്നതനുസരിച്ച് പിന്നെയും കൂമ്പുകൾ കയറി വന്നോളൂ. ഉണ്ടോ?